പഞ്ചായത്തിലെ നീർത്തട പദ്ധതിക്ക് വേണ്ടി ഇവിടുത്തെ കുടുംബശ്രീയിലെ അംഗങ്ങളും പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കുടുംബശ്രീയിലെ ADS ആയി ടീം ചേച്ചി നമ്മോട് പറയും. നീർത്തട പദ്ധതിക്ക് വേണ്ടി നമ്മൾ തൊഴിലുറപ്പുമായി സംയോജിപ്പിച്ച് കോളനി പ്രദേശങ്ങളിലും അല്ലെങ്കിൽ പൊതുജനങ്ങളുടേതാണെങ്കിലും പറമ്പിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു സംരംഭമാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. സരോജിനി അമ്മയുടെ കൃഷിയിടത്തെ ജലസംരക്ഷണത്തിന് വേണ്ടി പഞ്ചായത്ത് എന്തൊക്കെയാണ് ചെയ്തു തന്നിട്ടുള്ളത്? ഇവിടെ ഈ തെങ്ങൊക്കെ തടം തുറന്നു തന്നു. പിന്നെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തടയണൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. ഇതോടുകൂടി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ വെള്ളം കുത്തി ഒലിച്ചു പോവില്ലേ, അതാത് കണ്ടത്തിലെ വെള്ളമൊക്കെ അതാത് സ്ഥലത്ത് തന്നെ കെട്ടി നിൽക്കും. അതിലൊക്കെ ഇത് തോടല്ലേ? ഇത് തോടാണ്. ഇത് ആരുണ്ടാക്കിയതാ? ഇത് പൂർവികമായിട്ടുണ്ടായതാണ്. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പൊ പഞ്ചായത്ത് സർക്കാരൊക്കെ പാടെ നന്നാക്കി വൃത്തിയാക്കിയതാണ്. ഈ രണ്ട് സൈഡിലും മുണ്ടൊക്കെ വെച്ച് പിടിപ്പിച്ച വെള്ളം മറിയാതെക്കാനും ഈ മണ്ണിനൊരു ഉറപ്പും കൂടി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ശരിയാക്കി വെച്ചാൽ. നീർത്തട വികസന പദ്ധതിയിലൂടെ ജലത്തിന്റെ എല്ലാ സ്രോതസ്സുകളും കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു ഈ ഗ്രാമപഞ്ചായത്ത്. ഇതിനുവേണ്ടി ഇവർ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. കണ്ണൻ സാർ. തിരുമാലി പഞ്ചായത്ത് നീർത്തട വികസന പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ കണ്ടു. അത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് തന്നെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെ നടപ്പിലാക്കുന്നതിൻ്റെ ചില ചിത്രങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ മൊത്തത്തിലുള്ള ഈ വാട്ടർ ഷെഡ് ഉണ്ടല്ലോ, ആ നീർത്തടത്തിൻ്റെ എത്ര ശതമാനത്തോളം ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? 2006 ആരംഭിച്ച് അതിൻ്റെ സർവേ ആദ്യം പൂർത്തീകരിച്ച് കൃഷിക്കാർ ആ വാട്ടർ ഷെഡിൻ്റെ കീഴിലുള്ള കൃഷിക്കാരെ മുഴുവൻ സർവേ കണ്ടെത്തി. അതിനെ നാട്ടിലുള്ള നമ്മളെ ഡിഗ്രി പാസ്സായ കുട്ടികളെയും അതുപോലെ തന്നെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരെയും കൂടി യോജിപ്പിച്ചിട്ടാണ് ഈ പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ സംബന്ധിച്ചൊരു പ്ലാൻ തയ്യാറാക്കി ഗ്രാമസഭ വിളിച്ചു ചേർത്ത് നമ്മൾ കണ്ടെത്തിയാലും കൂടുതൽ കൃഷിക്കാർക്ക് പറയാൻ അഭിപ്രായങ്ങളുടെ ഗ്രാമസഭയിൽ കൂടി അഭിപ്രായങ്ങൾ വന്ന് ആ ഗ്രാമസഭയിലെ അഭിപ്രായങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 195 ഹെക്ടർ ഭൂമിയാണ് ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കി. എത്ര ഹെക്ടർ? 195. കൊരവത്തോട് വാട്ടർ ഷെഡ്. കൊരവത്തോട്. രണ്ടാമത്തെ വാട്ടർ ഷെഡ് 400 ഹെക്ടർ സ്ഥലമാണ്. ആ 400 ഹെക്ടർ സ്ഥലം പുന്നപ്പാല വാട്ടർ ഷെഡ്. ഈ 2 വാട്ടർ ഷെഡിൻ്റെ പ്രവർത്തനമാണ് ഏകദേശം പൂർത്തീകരിച്ച് വരുന്നത്. ബാക്കിയുള്ള 5 വാട്ടർ ഷെഡിൻ്റെ പ്രവർത്തനം സർവേ പൂർത്തീകരിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി ബാക്കിയുള്ള പ്രവൃത്തിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം, എല്ലാ വിഭാഗം ജനങ്ങളുടെയും, വിദ്യാർത്ഥികളുണ്ട്, കൃഷിക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ നമ്മളെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, സ്കൂൾ അധ്യാപകരുണ്ട്, എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ടാണ് ഞങ്ങൾ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ല, അപ്പോൾ അത് പറഞ്ഞു വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കുന്ന കൂലി വേലയ്ക്ക് ചെയ്യുന്നതിന് പുറമെ അവരുടെ ശ്രമദാനവും കൂടി ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ശ്രമദാനം കൂടി ഉണ്ട്. അപ്പോൾ അത് രണ്ടും സമയോപിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ ഇപ്പോൾ ഈ 3 വർഷം ചെയ്തതിൻ്റെ പ്രകടമായിട്ട് വല്ല മാറ്റങ്ങളും കാണാൻ തുടങ്ങിയിട്ടുണ്ടോ? സാർ, 3 വർഷം ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഒന്ന്, ഇപ്പോൾ വെള്ളം കിട്ടാൻ വലിയ പ്രയാസമുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഈ വെള്ളം കിട്ടാൻ വലിയ പ്രയാസമുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ഈ കയ്യാല കെട്ടിയത് കൊണ്ട് എല്ലാ കിണറ്റിലും കൃത്യമായി അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്, നമ്മൾ കൃഷിക്കാർക്ക് ഈ തെങ്ങുംതോപ്പ് 5 ഏക്കറിന് താഴെയുള്ള എല്ലാ കൃഷിക്കാരെയും തെങ്ങുംതോപ്പ് കളച്ചു കൊടുക്കുക. അതിന് തെങ്ങുംതോപ്പ് കളച്ചാൽ ഉടൻ തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ വളം ഉപയോഗിച്ചിട്ട് വളം ചേർത്ത് കൊടുക്കുക. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തെങ്ങെന്നൊക്കെ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി കാലം വരും എന്നുള്ളതാണ് ഞങ്ങൾ അഭിപ്രായം. പക്ഷേ കൃഷിക്കാർ പറയുന്നത് നല്ല രൂപത്തിലുള്ള ഫലം ഞങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കൃഷി വിളകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒന്ന് തെങ്ങുണ്ട്, അതുപോലെ നെല്ലുണ്ട്. നെല്ലിപ്പോൾ സാർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആരംഭിച്ചപ്പോൾ 50 ഹെക്ടർ സ്ഥലമാണെങ്കിൽ ഇപ്പോൾ 110 ഹെക്ടർ സ്ഥലത്ത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വ്യാപിപ്പിക്കാൻ സാധിച്ചു എന്നോ അതോ നേരത്തെ ഉണ്ടായിരുന്നത് തിരിച്ചു കൊണ്ടുവരികയാണ്? നേരത്തെ ആദ്യം ഉണ്ടായിരുന്നത് തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ അതുപോലെ തന്നെ കുറച്ച് തരിശിട്ട സ്ഥലം കൂടി ചേർത്ത് അതും കൂടി സംയോജിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ 110 ഹെക്ടർ വരുന്നത്. അതിന് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നൊരു കാര്യം, 2500 രൂപ നെൽകൃഷിക്കാർക്ക് ബോണസ് എന്നുള്ള രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിക്കാർ ഇതിൽ ആകർഷകരായി ഈ നെല്ലുൽപാദന രംഗത്ത് കൃഷിക്കാർ വലിയ താല്പര്യം കാണിച്ചു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നൊരു പ്രത്യേകത. 15 വർഷത്തിനിടയിൽ നഷ്ടപ്പെട്ട തണ്ണീർത്തടങ്ങൾ വയൽ എത്രയുണ്ടെന്ന് ചോദിക്കുന്നതിന് 27 ഹെക്ടർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് നികത്തുന്നതിനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഇല്ല എന്നും പറയുന്നുണ്ട്. അത് ഗൗരവമായിട്ടുള്ള ഒരു
ഒരു കാര്യമല്ലേ പഞ്ചായത്തിലെ? സർ, ഞങ്ങൾ നികത്തുന്നതിനെതിരായിക്കൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു കമ്മിറ്റി നിലവിലുണ്ട്. ഈ ഭൂമി നികത്തുന്നതുമായി പരിശോധനയുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി നിലവിലുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഇപ്പോൾ അവിടെ കൂടുതൽ നികത്താതെ ഇരിക്കാനുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് അവിടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമായി കൂട്ടിയോജിപ്പിച്ചിട്ട് പഞ്ചായത്തുമായി കൂട്ടിയോജിപ്പിച്ചിട്ട് അവിടെ എന്തെങ്കിലും പ്രവർത്തി നടക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർ അവിടെ ഇപ്പോൾ ഇത്രയും അധികം കൃഷിസ്ഥലം നിലക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുതിർന്ന പൗരന്മാർ, അനാഥർ, പ്രത്യേക പരിഗണന വേണ്ട കുട്ടികൾ എന്നിവർക്കായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഉത്തരവൊന്നും കൊടുത്തിട്ടില്ല. മുതിർന്ന പൗരന്മാർക്ക് സർ ഞങ്ങളിപ്പോൾ വയോജന നയം ഞങ്ങൾ പഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്താണത്? ഒരു വയോജന നയം പിന്നെ ഞങ്ങൾ സർവേ നടത്തി വൃദ്ധന്മാർ 60 വയസ്സിന് മേലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സർവേ സംഘടിപ്പിച്ച് 2600 വയോജനങ്ങളാണ് 60 വയസ്സിന് മേലുള്ള ആളുകൾ ഞങ്ങൾ പഞ്ചായത്തിലുള്ളത്. അവരെ ഒരു സെമിനാർ നടത്തി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംഭരിച്ച് അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു പ്രോജക്റ്റ് അവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും? പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും ഉണ്ട്. എത്ര വീതമുണ്ട്? അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും? പ്രത്യേകമായിട്ട് സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അവരെന്താ ഈ രോഗം ഇപ്പോൾ പിന്നെ പറ്റില്ല പ്രയാസപ്പെട്ട ആളുകൾക്കാണെങ്കിൽ നമ്മൾ ഈ പഞ്ചായത്തിൽ തന്നെ ഈ നഴ്സിംഗ് പഠിപ്പിക്കുന്ന കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വീടുകളിൽ ചെന്ന് ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ ഞങ്ങളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പിന്നെ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പുരുഷന്മാർക്കും ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നീർത്തട വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നന്നായിട്ടുണ്ട്. പക്ഷെ അവിടെ എനിക്കൊരു സംഗതി തോന്നിയത്, നിങ്ങൾ ആ കയ്യാലകളൊക്കെ കെട്ടി നല്ല ജോമെട്രിക്കൽ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി മിനുക്കിയൊക്കെ ഇങ്ങനെ വെക്കുന്നു. അത് ഈ കയ്യാലകളിൽ കുറച്ച് രാമച്ചം അതുപോലെ എനിക്ക് പുല്ല് കാരി തീറ്റയ്ക്കുള്ള പുല്ലൊക്കെ നട്ട് ഒരു ജൈവ സംഗതിയാക്കി മാറ്റുന്നതല്ലേ കുറച്ചുകൂടി ഫലപ്രദം? ഞങ്ങളെ PHC സെൻറ്ററിന് 2 ഏക്കർ സ്ഥലം ഉണ്ട്. അവിടെ 2 കുടുംബശ്രീ യൂണിറ്റുകൾ അവിടെ പിന്നെ രാമച്ചത്തിൻ്റെ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ തൈ അത് വളർന്നതിന് ശേഷമാണ് ഇവർക്ക് കംപ്ലീറ്റ് ഇത് തയ്യ വിതരണം ചെയ്യാം എന്നുള്ള സംവിധാനം അങ്ങനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുമ്പ് അട്ടപ്പാടി ചെയ്ത് ഈ കയ്യാല കെട്ടുന്നതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന മരം പോലും വെട്ടിക്കളഞ്ഞത്. കയ്യാലയ്ക്ക് തടസ്സമാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോകുമ്പോൾ മരം വരുന്ന തടസ്സമാണെന്ന് പറഞ്ഞാൽ അതും കൂടെ വെട്ടാനായിട്ട് മരം വെട്ടിയിട്ടില്ല. അല്ല, അങ്ങനെയൊക്കെ അത് വ്യാഖ്യാനിക്കാനിടയുണ്ടെന്ന് പറയാണ്. അതുപോലെ ഈ ചിറകൾ സംരക്ഷിക്കുന്നതിലും ഭയങ്കര കരിങ്കല്ല് കെട്ട് കണ്ടുപോടെ. ഇത്രയധികം കരിങ്കല്ല് കെട്ട് ആവശ്യമുണ്ടോ ചിറകൾ സംരക്ഷിക്കുന്നത്? ഞങ്ങൾ ചിറ സംരക്ഷിക്കുന്നതിന് വേണ്ടി കരിങ്കല്ല് ഇപ്പൊ ഞങ്ങളെ കുളത്തിന്റെ കെട്ടാണ് അത് കണ്ടിട്ടുള്ളത്. കുളമാണെങ്കിൽ കുളമാണ്. കുളത്തിന്റെ വക്ക് നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ട് ഓരോ വർഷവും കുളം തേവുക എന്നോ വെട്ടുക എന്നൊക്കെ പറയും. താഴെ ഒലിച്ചു വന്ന മണ്ണ് കോരി വശം പിടിപ്പിക്കുക, അത് കഴിഞ്ഞ് അടുത്ത വർഷം കുറച്ച്. ഇപ്പൊ ഇത് ഓരോ വർഷവും ആവർത്തിക്കുന്ന ഒരു അത് നമ്മൾ തൊഴിലുറപ്പുകാരോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ അതിന് ഈ കരിങ്കല്ല് കെട്ട് വാസ്തവത്തിൽ ആവശ്യമില്ല. ഇവിടെ ഒരു വിഷയം, അവിടെ നിങ്ങളെ കൈതയൊക്കെ നട്ടില്ലേ, അതുപോലത്തെ കൈത നടുക, പുല്ല് വെച്ച് പിടിപ്പിക്കുക, അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ആ പ്രദേശത്തിന് ചേർന്നത് എന്ന് എനിക്ക് ഒരു നിർദ്ദേശമായിട്ട് പറയുകയാണ്. ചോദിക്കുകയാണെങ്കിൽ വളരെ സ്ലോപ്പ് ആണെങ്കിൽ കല്ല് വേണ്ടേ സാർ? അത് ആ ഭാഗത്തൊക്കെ ഇത് ഓരോ വർഷവും കണ്ട കുളത്തിന് 2 സൈഡ് റോഡാണ് സാർ. അതുകൊണ്ടാണ് കെട്ടി കരിങ്കല്ല് കൊണ്ട് കെട്ടാനുള്ള കാരണം. റോഡിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ല, കുളം റോഡായതുകൊണ്ട് ഇനി പ്രശ്നം വരുമല്ലോ, അതുവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ചില സ്ഥലങ്ങൾ വേണ്ടി വരും, വേണ്ടെന്നല്ല പറയുന്നത്, ഒന്ന് മനസ്സിൽ വെക്കണം. ഞാനും ഒരു എഞ്ചിനീയറാണ്. എഞ്ചിനീയർമാരുടെ ഒരു കുഴപ്പം എവിടെയാണ് കരിങ്കല്ല് കെട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഇങ്ങനെ നോക്കുന്നത്. നീർത്തട വികസനത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അതിനെ സൂക്ഷിക്കണം എന്ന് പറയുമായിരുന്നു. 114 ജൈവ കർഷകർ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതായിട്ട് റിപ്പോർട്ടിൽ കാണുന്നു. എന്ത് ഊന്നലാണ് ജൈവ കൃഷിക്ക് പഞ്ചായത്ത് നൽകി വരുന്നത്? ഈ വർഷം ജൈവ കൃഷി സമൃദ്ധി പച്ചക്കറി കൃഷി എന്നിട്ട് ഒരു കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ 10 ഏക്കർ സ്ഥലത്ത്. അതുപോലെ തന്നെ ഞങ്ങൾ കോഴിപ്പറമ്പ് വാട്ടർഷെഡ് പദ്ധതിയുണ്ട്, അതിലും 5 ഏക്കർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജൈവ പച്ചക്കറി കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേന്ത്രനോട് പ്രധാനപ്പെട്ടൊരു കൃഷിയാണ്. നേന്ത്രവാഴ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ ജൈവ കൃഷിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള നമ്മൾ ധനസഹായം നൽകുന്നത് കംപ്ലീറ്റ് ജൈവ വളങ്ങളാണ്. അവർക്ക് ആവശ്യമുള്ള വേപ്പിൻ പിണ്ണാക്ക് പോലത്തെ ജൈവ വളങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. മറ്റൊന്ന് വേറൊരു നല്ല ഒരു ഇത് തോന്നുന്നത്, പ്ലാസ്റ്റിക് അതിനകത്ത് പിഴ ചുമത്തിയതായിട്ട് കാണുന്നു. എന്താണ് ചെയ്തേക്കുന്നത്? നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് പിഴ ഈടാക്കി അത് ഞങ്ങൾ പഞ്ചായത്ത് പ്ലാസ്റ്റിക് നിരോധിച്ച പഞ്ചായത്തായിരുന്നു. പ്ലാസ്റ്റിക് നിരോധിച്ച പഞ്ചായത്തായപ്പോഴാണ് ഞങ്ങൾ പഞ്ചായത്ത് ഒക്കെ കൂടി പരിശോധന നടത്തിയപ്പോൾ ചില കടയിൽ പ്ലാസ്റ്റിക്കിന്റെ ഇത്ര ശതമാനമുള്ള പ്ലാസ്റ്റിക് നിലവിലുണ്ട്. അപ്പോൾ ആ കടയക്കാരെ പിടിച്ചിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ പിഴ ചുമത്തിയിട്ടുള്ളത്. സെക്രട്ടറിക്ക് 30 മൈക്രോൺ
താഴെയുള്ള പ്ലാസ്റ്റിക് എല്ലാം പിടിച്ചെടുത്ത് ഞങ്ങൾ കേസ് ചാരുകയും അതുപോലെ അത് പിടിച്ചെടുക്കുന്നുണ്ട് കടകളിൽ നിന്ന്. അത് ഒരിക്കലും കടകളിൽ വിൽക്കാൻ അനുവദിക്കുന്നില്ല. കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതെ, അത് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. എല്ലാ കടകളും